ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൺ. അപ്പോൾ കുറേ ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഞാനിതാ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാരുടെ ഒരു റിക്വസ്റ്റോടുള്ള റെസിപ്പിയാണിത്. ബട്ടൂരയാണ് ഞാനിന്ന് കൊണ്ടുവന്നത്. കുറച്ച് ആൾക്കാർ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ഞാൻ 1-2 വീഡിയോസ് പോസ്റ്റ് ചെയ്തതാണ് ഈ ബട്ടൂരൻ്റെത്. അപ്പം ഈസ്റ്റ് ഇല്ലാണ്ടും ഈസ്റ്റ് ഇട്ടിട്ടും നമുക്ക് ബട്ടൂര ഉണ്ടാക്കാം. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഈസ്റ്റ് ഇട്ടുകൊണ്ട് ഉണ്ടാക്കുന്നതിൻ്റെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു 2 കപ്പ് മൈദ ഉണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൈദ എന്ന് പറയുന്നത് 1/2 മുതൽ 3/4 കിലോ വരെ ഉണ്ടാവും. ആ ഒരു കണക്കിന് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് എടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു മുട്ട, ഒരു 2-3 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ്. എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് നമ്മൾ പുട്ടിനൊക്കെ തിരുമ്മി എടുക്കുന്നില്ല, അതേപോലെ തിരുമ്മി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതങ്ങ് കുഴച്ചെടുക്കണം. ഒരുപാട് ടൈറ്റായിട്ട് നമ്മുടെ ചപ്പാത്തി കുഴക്കുന്ന പോലെയല്ല, എന്നാൽ എത്ര ലൂസ് ആവാനും പാടില്ല. ആ ഒരു രീതിയിൽ പൊറോട്ടക്കൊക്കെ കുഴക്കുന്നില്ല, അതേപോലെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അങ്ങനെ മാവ് ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. അപ്പം ഞാനിപ്പം സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തത്. അത് കുറച്ചിങ്ങനെ കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് പഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പം മാവ് നന്നായിട്ട് സോഫ്റ്റ് ആവും. ഈ പിസ്സ, ബട്ടൂര, പൊറോട്ട ഇതിൻ്റെയൊക്കെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന് ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലൊന്ന് മുകളിൽ ഇങ്ങനെ തടവി കൊടുത്തതിന് ശേഷം ഈ ഒരു പാത്രം ഒന്ന് അടച്ചിട്ട് ഒരു 2-3 മണിക്കൂർ എന്തായാലും കുറഞ്ഞത് മാറ്റി വെക്കാം. അങ്ങനെ ഇപ്പം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് കണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈസ്റ്റ് ഇടുമ്പോൾ എന്തായാലും പൊങ്ങി വരും. അപ്പം ഇനിയിപ്പോൾ അന്നുകൂടെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതൊരു പൊറോട്ടൻ്റെ വലിപ്പത്തിലുള്ള, പൊറോട്ടക്ക് നമ്മൾ മാവ് എടുക്കുന്നില്ലേ, അപ്പോൾ ആ ഒരു വലിപ്പത്തിലുള്ള മാവാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ മാവിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പം, ബോളാക്കി എടുക്കുമ്പം ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് അങ്ങനെ ഉരുട്ടിയെടുക്കരുത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫെർമെൻറ്റേഷൻ അങ്ങ് ഇല്ലാണ്ടായിപ്പോവും. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. പരത്തിയിട്ട് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ടാണിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് 2 ഓയിൽ കവർ വെച്ചിട്ട് അങ്ങനെയാണ് പരത്തിയെടുക്കുന്നത്. അല്ലാണ്ട് സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തി പലയിൽ വെച്ചിട്ട് അങ്ങനെ പരത്താം. പിന്നെ ഇങ്ങനെ പരത്തുമ്പം നമുക്ക് പൊടി വെച്ച് ഡസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പരത്തേണ്ടയില്ല. എന്തായാലും ഇത് ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുമല്ലോ. അപ്പം പൊടി വെച്ച് ഡസ്റ്റ് ചെയ്യണമെന്നില്ല. ആ ഒരു ഓയിലിൻ്റെ ഇതിൽ തന്നെ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഒരു ഓയിൽ കവർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മാവ് വെച്ച് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേറൊന്ന് വെച്ച് കവർ ചെയ്തിട്ട് പരത്തിയെടുക്കുക. അപ്പം നന്നായിട്ട് പരത്തിയെടുക്കാനും പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് ഇനി നമ്മുടെ പരത്തി കോല് കൊണ്ട് നന്നായിട്ട് ഒന്നങ്ങ് പരത്തിയെടുത്തിട്ട് ഒരുപാട് തിന്നായി പോകരുത്, എന്നാൽ ഒരുപാട് തടിയും വേണ്ട. ഒരു 2 ചപ്പാത്തിയൊക്കെ വെക്കുമ്പോൾ ഉള്ള തടിയുണ്ടല്ലോ, ആ ഒരു തടിയിൽ നിന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇത് ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം എണ്ണയിലിട്ടിട്ട്. ഞാനിപ്പോൾ ഇതിനെ ഒരു 4ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. കണ്ടോ, ഈ ഒരു തടിയിലായിക്കോട്ടെ, ഒരുപാട് തിന്നായി പോകണ്ട. എന്തായാലും ഇതൊന്നിങ്ങനെ വെക്കുമ്പോൾ തന്നെ ഫെർമെൻ്റായി വീണ്ടും പൊങ്ങി വരും, പഫായിട്ട് വരും. ഇനിയിപ്പം ഞാനിതൊരു പിസ്സ കട്ടർ എടുത്ത് 4ആയി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കത്തി യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പം ചെറുതായിട്ട് ചുരുങ്ങിപ്പോവും. അപ്പോൾ ഒന്ന് ജസ്റ്റ് പരത്തി കൊടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളെ ഇഷ്ടത്തിന് വിട്ടിരിക്കുക. കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പിന്നെ ചെറിയ ചെറിയ സൈസിലാകുമ്പം കാണാനും ഒരു ഭംഗി, പിള്ളേരൊക്കെ ഒരു കഴിക്കാനൊരു രസമായിരിക്കുമല്ലോ, അങ്ങനെ വെച്ചതാണ്. അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. ഇനിയിപ്പോൾ ഇത് ചൂടായ എണ്ണയിലിട്ടിട്ട് അങ്ങ് പൊരിച്ചെടുക്കാം. സാധാരണ നമ്മളിങ്ങനെ സ്നാക്സും ഇതൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ, എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു മീഡിയം ഹൈ ആക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് പൊരിച്ചെടുക്കാം. നല്ല പഫായിട്ട് വരും. അപ്പോൾ ഇത് പരത്തുമ്പം ഒന്ന് ആ ഒരു മീഡിയം തടി വെച്ചിട്ട് പരത്തിയെടുത്താൽ മതി. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവും, നല്ലൊരു കളറായി മാറും. ആ സമയം നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം.
അങ്ങനെ നമ്മുടെ ബട്ടൂര ഇപ്പം നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പരത്തി അങ്ങ് പൊരിച്ചെടുക്കാം. അങ്ങനെ ഇതാ ബട്ടൂര റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഏതെങ്കിലും സ്പൈസി കറീൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഇപ്പം ഞാനിപ്പം വൈറ്റ് കടല വെച്ചിട്ടുള്ളൊരു മസാല കറിയാണ് ഉണ്ടാക്കിയത്. പൊതുവേ ചോളെ ബട്ടൂര അടിപൊളിയാണല്ലോ. അപ്പോൾ അതിൽ ചിക്കനോ മീറ്റോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് നല്ല സ്പൈസി ആയിട്ട് ആകുമ്പം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി പുതിയ വീഡിയോസായിട്ട് കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.